ഏതാണ്ട് 6 മണിക്കൂർ പറന്ന് നമ്മൾ താഴാൻ തുടങ്ങുമ്പോൾ താഴെ കാണുന്നത് രസകരമായ കാഴ്ചയാണ്. സെർബിയയുടെ കൃഷിയിടങ്ങൾക്ക് മുകളിലൂടെയാണ് പോകുന്നത്. അപ്പോൾ കൃഷിയൊക്കെ നല്ല തളിർത്ത് അല്ലെങ്കിൽ നല്ല തഴച്ചു നിൽക്കുന്ന സമയമാണ്, കൊയ്ത്തൊക്കെ നടക്കുന്ന സമയം. അപ്പോൾ എന്തുമാത്രമല്ല, ഈ കൃഷിയിടങ്ങൾക്കെല്ലാം നടുവിലൂടെ നദികൾ, അതിഗംഭീരമായ വിശാലമായ നദികൾ. അപ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് താഴെ കാണുന്ന നദിയാണ് ഡാന്യൂബ്. ഡാന്യൂബ് എന്ന് പറഞ്ഞാൽ ആൽപ്സിൽ നിന്ന് ഉത്ഭവിച്ച് 10 രാജ്യങ്ങളെ പിന്നിട്ട് ബ്ലാക്ക് സീ, കരിങ്കടലിൽ ചെന്ന് ചാടുന്ന നദി. അപ്പോൾ ഈ നദി എത്രയോ രാജ്യങ്ങളിലൂടെ, അത് നമുക്ക് ആകാശത്ത് നിന്ന് കാണുമ്പോൾ അറിയാം, നേരെ അങ്ങ് ഒഴുകല്ലോ, വളഞ്ഞ് പുളഞ്ഞ് തിരിച്ച് യൂട്ടേൺ എടുത്ത് ചിലയിടത്ത് വീണ്ടും ആ വഴിയിലൂടെ തിരിച്ചു വന്ന് ഈ നദി ഇങ്ങനെ പട്ടണങ്ങളെ സൃഷ്ടിക്കുന്നു, കൃഷിയിടങ്ങളെ ഫലഭൂയിഷ്ടമാക്കുന്നു, പർവ്വതങ്ങളെ വളഞ്ഞു ചുറ്റി ഒഴുകുന്നു. അത് മനോഹരമായ കാഴ്ച തന്നെ. സൗന്ദര്യത്തെക്കാൾ ഉപരി നമ്മൾ ആകാശത്ത് നിന്ന് നോക്കുമ്പോൾ ഒരു നദിയെ, അതിൻ്റെ സൗന്ദര്യമല്ല നമ്മൾ ഒബ്സർവ് ചെയ്യുക. ഈ നദി നോക്കൂ, നമ്മൾ ആകാശത്ത് നോക്കുമ്പോഴാണ് കാണുന്നത് അകലെ ഒരു പട്ടണം അതിൻ്റെ ഓരത്തൂടെ ഒഴുകി വരുന്നു, അല്ലെങ്കിൽ ആ പട്ടണം ഈ നദിക്ക് ചുറ്റുമാണല്ലോ രൂപട്ടെ. പട്ടണമല്ലല്ലോ ആദ്യം ഉണ്ടായത്, നദിയാണല്ലോ. അതിനുശേഷം താഴെ 2 മടക്കുകൾ കഴിഞ്ഞ് വരുമ്പോൾ മറ്റൊരു നഗരം, അതിൻ്റെ രൂപവും ഭാവവും വ്യത്യസ്തമാണ്. പിന്നെ മറ്റൊരു രാജ്യത്തായിരിക്കും അടുത്തത് നദി എത്തുന്നത്. നമ്മൾ ഈ രാജ്യങ്ങളുടെ അതിർത്തിയൊന്നും ആകാശത്ത് നോക്കുമ്പോൾ കാണുന്നില്ല. യഥാർത്ഥത്തിൽ പ്രകൃതി അല്ലെങ്കിൽ ഈ ഭൂമിയിൽ രാഷ്ട്രങ്ങളൊന്നുമില്ല. ഈ ഭൂമി സൃഷ്ടിക്കപ്പെട്ടപ്പോൾ രാഷ്ട്രങ്ങളില്ല, അതിർത്തികളില്ല. അന്നും ഈ നദിയുണ്ട്, നദിയുടെ തെക്കേക്കരയും വടക്കേക്കരയും ഉണ്ട്, പക്ഷേ അതിർത്തികളില്ല. പിന്നീടാണ് നദിയുടെ തെക്കേക്കര ഒരു രാജ്യവും വടക്കേക്കര മറ്റൊരു രാജ്യമായിട്ട് മാറുന്നത്. അത് മനുഷ്യൻ സൃഷ്ടിച്ചതാണ്. അപ്പോൾ പ്രകൃതിയുടെ അല്ലെങ്കിൽ ഈ ഭൂമിയുടെ അത്ഭുതങ്ങൾ, അതിൻ്റെ ഓരങ്ങളിൽ ജനവാസയിടങ്ങൾ രൂപപ്പെട്ടത്, നഗരങ്ങൾ വളർന്നു വന്നത്, സംസ്കാരങ്ങൾ ഉയർന്നു വന്നത്, ഇതെല്ലാം നമുക്ക് ഈ ആകാശത്തു നിന്ന് കാണാം. അതിഗംഭീരമായ ഒരനുഭവം അത്. ഇവിടെ നമ്മളൊരു ഫിലോസഫിക്കൽ ലെവലിൽ നമ്മൾ വെറും ഈ കാഴ്ചയുടെ ഇതിലേക്കല്ല നമ്മളീ പോകുന്നത്. ഇവിടെ സഞ്ചാരവും അതല്ല, നമ്മളിതിനെ ഡെപ്തിലാണ് ഇവിടെ ഇരുന്ന് കാണുന്നത്, വേറൊരു ഡയമെൻഷനിലാണ് ഇതിനെ കാണുന്നത്.